ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ലോകത്ത് പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് കഴിയുന്ന ഒരുപാട് പേർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. അത് പരിശോധിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസായ സുഡാനും ബൂറുണ്ടി, എത്യോപ്യ, അങ്ങനെ പല രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങൾ പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പെടുന്നവരാണ്. അതൊക്കെ സമ്പന്നരായ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ പോലും പട്ടിണിയില്ലെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിൻ്റെ ആശ്വാസമേകുന്ന, സന്തോഷം നൽകുന്ന ഒരു വാക്കുകളാണ് ലോകത്തിൻ്റെ ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ. ആ വാക്കുകൾ എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങളെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പട്ടിണിപ്പാവങ്ങളെ സൃഷ്ടിച്ച ഈ സമ്പദ് വ്യവസ്ഥ ഒരു പരാജയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പട്ടിണി മാറ്റാനുള്ള നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ഒരു വശത്ത് സമ്പന്നരായ ഒരു വിഭാഗം ജനങ്ങൾ ആർഭാടമായി ജീവിക്കുമ്പോൾ, ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ വേസ്റ്റാക്കി കളയുമ്പോൾ, മറുവശത്ത് ഒരു തരത്തിലും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗങ്ങൾ ഈ ഭൂലോകത്ത് ജീവിക്കുന്നു. അത് തികച്ചും പരാജയപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വ്യക്തി ആരാണെന്നല്ലേ? മറ്റാരുമല്ല, ക്രിസ്തുമതത്തിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന മാർപ്പാപ്പ ലിയോ 14 അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഈ ലോക സമ്പദ് വ്യവസ്ഥ, പട്ടിണിക്കാരെ സൃഷ്ടിച്ച ഈ സമ്പദ് വ്യവസ്ഥകൾ തികച്ചും പരാജയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ലോകത്തെ പട്ടിണിപ്പാവങ്ങൾ സൃഷ്ടിച്ച ഈ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. റോമിലെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് റോമിൽ വെച്ച് നടന്ന ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ലോകത്ത് പട്ടിണി കിടക്കുന്നവരുടെ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സമ്പന്നരായി ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ആഡംബരമായി ജീവിച്ചുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ കല്യാണ ആവശ്യങ്ങൾക്കോ അതുപോലെ തന്നെ മറ്റ് ആഡംബര ആവശ്യങ്ങൾക്കോ ബർത്ത്ഡേക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പാഴാക്കി കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഒരു വശത്ത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ജീവിക്കുന്ന ജനങ്ങൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. അവരുടെ ഈ അവസ്ഥ മാറ്റിക്കൊണ്ട് അവരെ മനുഷ്യരായി ജീവിക്കാനും മറ്റു മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ
ഈ മനുഷ്യന്മാരുടെ ഉന്നത തലത്തിലേക്ക്, ഉയർന്ന തലത്തിലേക്ക് എത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഒക്കെ തന്നെ അവരുടെ മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങളൊക്കെ തന്നെ ഈ പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ പട്ടിണി മാറ്റി അവരെ ജീവിതത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഈ ജനവിഭാഗത്തിൻ്റെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാക്കുകളാണ് ഈ ലിയോ 14 എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വരും കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പട്ടിണി മാറ്റാനും ദാരിദ്ര്യം അവസാനിപ്പിക്കാനും ഉള്ള നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ പട്ടിണിയെടുക്കുന്ന രാജ്യത്തിലെ ജനങ്ങൾ ജീവിത നിലവാരം ഉയർന്ന നിലയിലായിത്തീരുമെന്ന് പ്രതീക്ഷിക്കാം. യുദ്ധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, എന്തിനാണ് യുദ്ധങ്ങൾ ഇങ്ങനെ? എത്രയോ കോടി രൂപയാണ് ഓരോ യുദ്ധത്തിന് അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നതെന്നറിയാമോ? കോടിക്കണക്കിന് രൂപ ഈ യുദ്ധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ആ യുദ്ധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരമുള്ള സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ലോകം മുന്നോട്ട് പോകുകയാണെങ്കിൽ ലോകത്ത് പട്ടിണി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയില്ല എന്ന് തീർച്ചയായും പറയാം. അപ്പോൾ അനാവശ്യം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളായാലും മതമേധാവിത്വത്തിന് വേണ്ടി ശ്രമിക്കാതെ എല്ലാ മതവിശ്വാസികളും, ഹിന്ദു ആയാലും മുസ്ലിമാനായാലും ക്രിസ്ത്യാനി ആയാലും ബുദ്ധമതക്കാരനായാലും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കുക. അവരുടെ മതങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ള മതസ്ഥരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം മതവിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് തീവ്രവാദത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാതെ മറ്റുള്ള മതസ്ഥരെ അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിച്ചുകൊണ്ട് യുദ്ധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ലോകത്ത് പട്ടിണി കിടക്കുക, ആ പണം, യുദ്ധത്തിന് ചിലവാകുന്ന പണം പട്ടിണി കിടക്കുന്ന രാജ്യങ്ങൾക്ക് അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി ചിലവഴിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് നമുക്ക് ആശിക്കാം. അങ്ങനെ ലോകത്തിലെ പട്ടിണി മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നെങ്കിൽ വരും കാലങ്ങളിൽ എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ ലിയോ 14 എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ലോകത്തിൻ്റെ ഊർജ്ജം പകരട്ടെ. ലോകത്ത് മുഴുവനും പട്ടിണിയില്ലാത്ത ജനങ്ങൾ ജീവിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന് പറയുന്ന ബട്ടൺ അമർത്തിക്കൊണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണാം.